നമസ്കാരം. പ്രധാന വാർത്തകൾ. സംഘപരിവാർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും രാജ്യത്തിന്റെ മതനിരപേക്ഷ പ്രതീകങ്ങൾ തകരുമ്പോഴും കോൺഗ്രസ് നിസ്സംഗത പാലിക്കുകയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നീക്കങ്ങളെ വിമർശിക്കാൻ UDF എംപിമാർക്ക് സാധിച്ചില്ലെന്നും മുഖ്യമന്ത്രി. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയാണ് വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ താഴെയിറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ആരംഭിച്ചു. ഒന്നാംഘട്ട പരിശീലനം 3 ദിവസങ്ങളിൽ. തിരഞ്ഞെടുപ്പ് അടുക്കുന്നു. മണ്ണാർക്കാട് CPIയിൽ നിന്നും വിട്ടുപോയവരെ അനുനയിപ്പിക്കാൻ നേതൃത്വം ഇടപെടുന്നില്ല. അലനല്ലൂരിൽ വിമതരുടെ പ്രതിഷേധ സദസ്സ്. ചെർപ്പുളശ്ശേരി കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ രംഗത്ത്. പ്ലാന്റ് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അതീവ ദുർഗന്ധം വമിക്കുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ജനജീവിതം ദുസ്സഹമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് മതനിരപേക്ഷ പ്രതീകങ്ങളെ സംഘപരിവാർ തകർക്കുമ്പോൾ കോൺഗ്രസ് നിസ്സംഗത കാണിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നീക്കങ്ങളെ വിമർശിക്കാൻ UDF എംപിമാർക്ക് സാധിച്ചില്ലെന്നും പൗരത്വ നിയമ ഭേദഗതിയും ഏക സിവിൽ കോഡും എതിർക്കേണ്ട ഘട്ടത്തിൽ കോൺഗ്രസ് എതിർത്തത് കണ്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെരിന്തൽമണ്ണയിൽ നടന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V വസീഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ UDFനെയും കോൺഗ്രസിനെയും ശക്തമായി വിമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. സംഘപരിവാർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പ്രതീകങ്ങൾ തകരുമ്പോഴും കോൺഗ്രസ് നിസ്സംഗത പാലിക്കുകയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നരസിംഹറാവു ആയാലും രാജീവ് ഗാന്ധി ആയാലും തുടർന്നുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വങ്ങൾ വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ ദുർബലത കാണിച്ചുകൊണ്ടാണ് പോയത്. അതെവിടം വരെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരുടെ കയ്യാളായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി. കോൺഗ്രസ് അല്ല, കേന്ദ്ര ഗവൺമെന്റ് മാറി. ചില കാര്യങ്ങളിൽ പൂർണ്ണ നിസ്സംഗത പാലിക്കുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങൾ സംഘപരിവാർ നടത്തുമ്പോൾ പൂർണ്ണ നിസ്സംഗത കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ വൻ അഴിമതിക്കാണ് BJP തുടക്കം കുറിച്ചത്. കോൺഗ്രസിനും ഇതിൽ വലിയ പങ്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ആളുകളെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെയാകെ ഉപയോഗിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധ നിലപാടിനെ വിമർശിക്കാൻ കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർക്ക് സാധിച്ചില്ലെന്നും അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെ പരോക്ഷമായി ന്യായീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. എന്തുകൊണ്ട് BJPയുടെ കേരള വിരുദ്ധ നിലപാടിനെ വിമർശിക്കാൻ UDFന് സാധിക്കുന്നില്ല? ആ ഘട്ടത്തിലല്ല ഇപ്പോൾ അവസാനമടക്കം സ്വീകരിച്ച നിലപാട് UDF കേന്ദ്ര ഗവൺമെന്റിനെ പരോക്ഷമായി ന്യായീകരിക്കലായിരുന്നു. ഇപ്പോ നമ്മുടെ രാജ്യം വലിയ തോതിൽ BJP ഇതര സർക്കാരുകളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിലേറ്റവും കടുത്ത ദ്രോഹമാണ് കേരളത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടമില്ല. CAA നിയമത്തെയും ഏക സിവിൽ കോഡിനെയും എതിർക്കേണ്ട ഘട്ടത്തിൽ പോലും UDF എംപിമാർ എതിർത്തില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള
NIA ഭേദഗതി നിയമം കോൺഗ്രസ് എതിർക്കാൻ തയ്യാറായോ? UAPA ഭേദഗതി നിയമം എല്ലാം ആരെയാണ് ലക്ഷ്യമിടുന്നത് വ്യക്തമല്ലേ? കോൺഗ്രസ് BJPയുടെ കൂടെയായിരുന്നു ആ നിയമം പാസ്സാക്കുന്നത്. ഒരു കരി നിയമം അത് കൂടുതൽ കരി നിയമമാക്കാൻ ശക്തിപ്പെടുത്താൻ നടപടികളെടുത്തപ്പോൾ ഇതാണ് നാം കാണേണ്ടത്. ഈ കാര്യങ്ങളിലെല്ലാം കേരളത്തിൽ നിന്ന് പോയ UDF MPമാര് വലിയ തോതിൽ കോൺഗ്രസിന്റെ നിലപാട് കാണുന്നത്. അത് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ MPമാരടക്കം കോൺഗ്രസുമായി യോജിച്ച് പല കാര്യങ്ങളിലും നേരെ ചൊവ്വയുള്ള നിലപാട് സ്വീകരിക്കാതെയാണ് ഇരുന്നത്. ഇതാണ് UDF MPമാരുടെ അനുഭവം. ഇത് നാം കാണേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിലപാടുകളാണ് പ്രധാനം. കേന്ദ്രം എന്ത് എതിർത്താലും കേരളം തകരുകയല്ല ചെയ്തത്, അതിജീവിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ തൊഴിൽ തസ്തിക നിയമനങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ആകെ കണക്കെടുത്താൽ കേരളം നടത്തിയ നിയമനങ്ങളുടെ എണ്ണത്തിൻ്റെ അത്ര വരില്ലെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം LDF ചെയർമാൻ MA അജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി V വസീഫ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി, E രാജേഷ്, MM മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന CPM നേതാക്കളായ പാലോളി മുഹമ്മദ് കുട്ടി, PP വാസുദേവൻ, CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, M സ്വരാജ്, P ശ്രീരാമകൃഷ്ണൻ, V ശശികുമാർ, VP അനിൽ, V രമേശൻ, C ദിവാകരൻ, K ശ്യാംപ്രസാദ്, LDF നേതാക്കളായ ഹംസ പാലൂർ, ജോസ് വർഗീസ് ചാണ്ടി, K വേലപ്പൻ, നഗരസഭാ ചെയർമാൻ P ഷാജി, വൈസ് ചെയർപേഴ്സൺ A നസീറ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് LDF സ്ഥാനാർത്ഥിയെ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ S ചിത്രയ്ക്ക് മുന്നിലാണ് അദ്ദേഹം പത്രിക സമർപ്പണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയാണ് A വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. മന്ത്രി MB രാജേഷ്, പാർട്ടി നേതാക്കളായ AK ബാലൻ, NN കൃഷ്ണദാസ്, A സുരേഷ് കുമാർ തുടങ്ങി ഘടകകക്ഷികളിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. പത്രികാ സമർപ്പണത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട A വിജയരാഘവൻ പാലക്കാട്ടെ ഇടതുപക്ഷത്തിന്റെ വിജയസാധ്യതകൾ പങ്കുവച്ചു. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ താഴെയിറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രതിലോമകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന SDPI UDFന് നൽകിയ പിന്തുണ കാര്യമായ സ്വാധീനം ഉണ്ടാക്കില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മുനിസിപ്പാലിറ്റിയുടെ 1/3 കരുവന്നൂരിന് വേണ്ടി പ്രതികരിക്കുന്നത് അജണ്ടകളുടെ ഭാഗമാണ്. അവിടുത്തെ പ്രശ്നം ഇടതുപക്ഷം പരിഹരിച്ചതാണ്. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ചെറുതാവുന്ന സംഭവങ്ങൾ ആദ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തെ മാറ്റുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാണ്. SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDFന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. SDPIയുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. അപ്പോൾ ആ നിലയിൽ ഞങ്ങളതിനെ കാണുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം, ഒരു മുനിസിപ്പാലിറ്റിയുടെ 1/3 വരുന്ന ഒരു പ്രദേശത്തിൻ്റെതായ ഒരു പ്രശ്നത്തെ അദ്ദേഹം വലിയ വിഷയമായിട്ട് ഉന്നയിക്കുകയാണ്. ആ പ്രശ്നങ്ങളിൽ അതിൻ്റെ ന്യായാന്യായതകൾക്കനുസരിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ആ ബാങ്കിൽ വന്ന ക്രമക്കേടുകളിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ആരംഭിച്ചു. പെരിന്തൽമണ്ണ, മങ്കട അസംബ്ലി മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിശീലനം നടക്കുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച പ്രിസൈഡിംഗ് ഓഫീസർമാർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനമാണ് ഏപ്രിൽ 2-ന് ചൊവ്വാഴ്ച ആരംഭിച്ചത്. ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. പെരിന്തൽമണ്ണ, മങ്കട നിയമസഭാ മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്ക് സബ് കളക്ടറായ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അപൂർവ ത്രിപാഠിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. മങ്കട മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജോസഫ് സ്റ്റീഫൻ റോബിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്ക് ജില്ലാതല മാസ്റ്റർ ട്രെയിനർ പി ഉമ്മർകോയ, അബ്ദുൾ റഷീദ് പേരയിൽ, എൻ ശൈലേഷ് എന്നിവരും, മങ്കട മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ജ്യോതിലക്ഷ്മി, വിജീന്ദ്രകുമാർ, രാജേന്ദ്രൻ എന്നിവരും പരിശീലനം നൽകി. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വോട്ടർമാരുടെ ലിസ്റ്റ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പർ, ആ മാർക്കറ്റ് കോപ്പിയിലെ സീരിയൽ നമ്പർ നമ്മൾ എഴുതും. അതേപോലെ അവർ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണോ അത് എഴുതും. പിന്നെ അവർ സൈൻ വാങ്ങും. ASD ആണെങ്കിൽ അവിടെ നമ്മൾ സ്തംഭം വാങ്ങണം, അവിടെ ASD എഴുതി. മനസ്സിലായില്ലേ? പോളിംഗ് ചെയ്യുന്ന രീതിയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനവും മനസ്സിലാക്കുന്നതിന് വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. പോളിംഗിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനവും കണ്ടുപഠിച്ചു. 3 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണയിലെ കേന്ദ്രത്തിൽ 900 ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജനകീയ പ്രതിരോധ സദസ്സ് ഒരുക്കി CPI-യിലെ വിമത വിഭാഗം. പൗരത്വ ഭേദഗതി ബിൽ പ്രതിഷേധ സമിതിയുടെ പേരിൽ അലനല്ലൂരിൽ നടത്തിയ സദസ്സിന്റെ സംഘാടകരിൽ ഭൂരിഭാഗവും CPI-യിൽ നിന്ന് രാജിവെച്ചവർ. CPI സമ്മേളനങ്ങളിൽ വിഭാഗീയത ആരോപിച്ച് ജില്ലാ നേതൃത്വം നടപടിയെടുത്ത ഒട്ടേറെ പേരാണ് പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പായിട്ടും പുറത്തു നിൽക്കുന്നവരെ ഒപ്പം നിർത്താൻ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഒരു ഇടപെടലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് വിമത വിഭാഗം സംഘടിച്ചത്. തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലേക്ക് പോലും വിമത വിഭാഗത്തെ വിളിച്ചിട്ടില്ല. ഇക്കാരണത്താൽ LDF കൺവെൻഷനുകളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയായിരുന്നു. CPI ജില്ലാ നേതൃത്വം ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചെന്ന ആരോപണം ഉയർത്തി മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പാർട്ടിക്ക് രാജി നൽകിയിരുന്നു. ഇടതുപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന തങ്ങളെ തഴയുന്നതിലെ അതൃപ്തി പല ഘട്ടങ്ങളിലും വിമത വിഭാഗം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അനുകൂല നീക്കങ്ങളൊന്നും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് രാജിവെച്ചവർക്ക് ആക്ഷേപമുണ്ട്. പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെച്ച മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠൻ, മുൻ CPI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിമ കോങ്ങശ്ശേരി, CK അബ്ദുൾ റഹ്മാൻ, 13 മുൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ പ്രതിഷേധ സമിതിക്ക് രൂപം നൽകിയത്. പരിപാടിയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ വിമത വിഭാഗം അതീവ ജാഗ്രത പുലർത്തിയെന്നാണ് വിവരം. സദസ്സ് സാംസ്കാരിക പ്രവർത്തകൻ AP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ K കൃഷ്ണകുമാർ, CPM നേതാവ് K സുദർശനൻ, സംഘാടക സമിതി ചെയർമാൻ C ജയൻ, സുബ്രഹ്മണ്യൻ, പത്മനാഭൻ, കരീം അലനല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് നഗരസഭ നൽകുന്ന വസ്തുനികുതി ഡിമാൻഡ് നോട്ടീസ് നേരത്തെ അടച്ച നികുതിയുടെ കണക്കിലില്ലാതെയെന്ന് ആക്ഷേപം. 2016 മുതൽ കൃത്യമായി നികുതി അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് കെട്ടിടം ഉടമകൾ പറഞ്ഞു. K-സ്മാർട്ട് സോഫ്റ്റ്വെയർ ആയതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് നഗരസഭ അധികൃതർ. മണ്ണാർക്കാട് നഗരസഭ രൂപീകരിച്ച 2016 മുതൽ നിലവിലുള്ള നികുതി കൃത്യമായി അടച്ചവർക്കും വർദ്ധിപ്പിച്ച നികുതിയും നികുതി കുടിശ്ശികയും ചേർത്താണ് നോട്ടീസ് ലഭിക്കുന്നതെന്നാണ് നോട്ടീസ് ലഭിച്ചവർ പറയുന്നത്. 2016 മുതൽ 2023 വരെയാണ് നികുതി വർധന നടത്തിയത്. 2023 വരെ വർധനയില്ലാതെ പഴയ കണക്കിലടച്ച നികുതി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡിമാൻഡ് നോട്ടീസിൽ കുറച്ചിട്ടില്ല. അതിനാൽ കൃത്യമായി നികുതി അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. എല്ലാ വർഷവും നികുതി അടച്ചവർക്ക് 2016 മുതലുള്ള വർധന അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകേണ്ടിയിരുന്നത്. എന്നാൽ 2023 വരെ പഞ്ചായത്ത് കണക്കിൽ അടച്ച നികുതിയെക്കുറിച്ച് എവിടെയും ഒന്നും പറയുന്നില്ലെന്ന് കെട്ടിട ഉടമ സുരേഷ് നടമാളിക പറഞ്ഞു. 2022-23 സാമ്പത്തിക വർഷത്തിലും 21-22 സാമ്പത്തിക വർഷത്തിലെ ചെറിയൊരു തുകയും 22-23 സാമ്പത്തിക വർഷം മുഴുവൻ തുകയും അതിൽ നിന്നും 5% വർദ്ധിച്ചുകൊണ്ടുള്ള 23-24 സാമ്പത്തിക വർഷത്തിലെ മുഴുവൻ തുകയും അങ്ങനെ 2 മുഴുവൻ സാമ്പത്തിക വർഷം ഒരു അർദ്ധ സാമ്പത്തിക വർഷത്തിലായി
5 അർദ്ധ സാമ്പത്തിക വർഷത്തിൻ്റെ ഡിമാൻഡ് നോട്ടീസാണ് ഇവർ നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ കൃത്യമായ നികുതി അടച്ചവർക്ക് ആ നികുതി അടച്ച നികുതി മൊത്ത നികുതി കണക്കാക്കി അതിൽ നിന്നും അടച്ച നികുതി കുറവ് ചെയ്തിട്ടുള്ള അവശേഷിക്കുന്ന തുകയ്ക്ക് മാത്രം ഡിമാൻഡ് നോട്ടീസ് കൊടുക്കേണ്ടതിന് പകരം മുഴുവൻ തുകയ്ക്കും ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുകയും ഇനി നികുതി അടയ്ക്കുമ്പോൾ കൗണ്ടറിലായാലും ശരി ക്യാഷ് മാർട്ടിലെ സിറ്റിസൺ ലോഗിനിലൂടെ നമ്മൾ വ്യക്തിപരമായിട്ട് നികുതി അടയ്ക്കാൻ ശ്രമിച്ചാലും ആ മുഴുവൻ തുക മാത്രമേ അടയ്ക്കാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അടച്ച തുക എവിടെയും കുറവ് ചെയ്ത് കിട്ടുന്നില്ല. കൃത്യമായ പൗരന്മാർ നികുതി അടച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ശിക്ഷയായി 2 പ്രാവശ്യം നികുതി അടയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെറുപ്പുളശ്ശേരി കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ രംഗത്ത്. പ്ലാന്റ് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡ് കോട്ടക്കുന്ന് പ്രദേശത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയാണ് പ്രദേശവാസികൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കോഴിമാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ അതീവ ദുർഗന്ധം വമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. മുൻപും സമാന രീതിയിൽ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ പ്ലാന്റിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ദുർഗന്ധം വമിക്കുന്നത് ഇല്ലാതാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി പ്ലാന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ ദുർഗന്ധമുണ്ടായതിനെ തുടർന്നാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. പ്രദേശവാസികളുടെ പരാതി ലഭിച്ച സാഹചര്യത്തിൽ തന്നെ വേണ്ട പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്നും പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ സെക്രട്ടറി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികൾ നഗരസഭയിൽ നിന്നും പിരിഞ്ഞുപോയത്. ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടുന്നതുവരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ജനങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കോഴി മാലിന്യ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ആ കോഴി മാലിന്യ ഫാക്ടറിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ദുർഗന്ധമാണ് ദിവസേന പുറത്തേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല, വൈകുന്നേര സമയങ്ങൾക്ക് ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയങ്ങളിലെല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് ദുർഗന്ധം വമിക്കുകയാണ്. ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള 100-100ഓളം കുടുംബാംഗങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിക്കനുസരിച്ച് അവിടെ ഭക്ഷണം കഴിക്കാൻ പോലും ജനങ്ങൾക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെയുള്ള കുട്ടികളുടെ പിറന്നാൾ അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്കെല്ലാം വന്ന ആൾക്കാരെല്ലാം ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ തുടർച്ചയായി ആ ഫാക്ടറിയുടെ മുന്നിൽ അവിടെയുള്ള ജനങ്ങളെ വെച്ചുകൊണ്ട് അവിടെ ഫാക്ടറി പ്രവർത്തിപ്പിക്കുക ലോഡ് അങ്ങോട്ട് കയറ്റാത്ത രീതിക്കനുസരിച്ചുകൊണ്ട് അവിടെ കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട് മണിക്കൂർ നിന്ന് എല്ലാം തുടർച്ചയായിട്ട് പ്രക്ഷോഭ സമരം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഒരു കാര്യം ആ ഫാക്ടറി ഉടമകളുടെ ശ്രദ്ധയ്ക്ക് പറയണം. ആ ഉടമകളെ ഒരു കാരണവശാലും അവരായിട്ട് ഇനി നീതി പുലർത്തില്ല. കാരണം അവർക്ക് അവസരങ്ങൾ കുറേ കാലമായി കൊടുത്തിട്ട് അവർക്ക് കഴിയാവുന്നതാണ് നല്ല ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ജനസാന്ദ്രതയുള്ള പ്രദേശത്തടക്കം ഇത്രയുള്ള കോഴി വേസ്റ്റ് മാലിന്യങ്ങളുടെ ഫാക്ടറി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കാശ് മുടക്കണം, മുതൽ മുടക്കണം. അതിനവർ ആ ഭരണസമിതി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ തയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിന്ന് നീതി നമുക്ക് കിട്ടില്ല. ഇവിടെ നിന്ന് ഷോക്കേസ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ പോയി അതിൻ്റെ മുന്നിൽ നിയമലംഘന സമരം ഞങ്ങൾ ഇപ്പോൾ നടത്തില്ല. പക്ഷേ ആ ജാതിയിലുള്ള എല്ലാ സമരത്തിനും ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്കിടയിൽ വലിയ തോതിൽ സ്വീകാര്യമാകുന്ന ആടുജീവിതം സിനിമയിലെ പൃഥ്വിരാജ് അഭിനയിച്ച നജീബ് എന്ന കഥാപാത്രത്തിന് തന്റെ വീടിന്റെ ചുമരിൽ സ്ഥാനം നൽകിയിരിക്കുകയാണ് ഒരു ചിത്രകലാകാരൻ. കടമ്പഴിപ്പുറം സ്വദേശി നിഖിൽ പുലാപ്പറ്റയാണ് തന്റെ വീടിന്റെ ചുമരിൽ നജീബ് എന്ന കഥാപാത്രത്തെ വരച്ചിരിക്കുന്നത്. നിരവധി പേരാണ് നിഖിൽ വരച്ച ചിത്രം കാണാൻ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. മരപ്പൊടിയും കളർപ്പൊടിയും ചേർത്ത മിശ്രിതം കൊണ്ടാണ് നിഖിൽ ചുമരിൽ ചിത്രം വരച്ചിരിക്കുന്നത്. നജീബ് എന്ന മരുഭൂമിയിലെ ആട്ടിടയനിൽ ബിഗ് സ്ക്രീനിൽ കണ്ടതും അനുഭവിച്ചതുമായ തീക്ഷ്ണമായ കാര്യങ്ങൾ ചിത്രത്തിൽ ചേരുപടി ചേർന്നിരിക്കുന്നു. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പണിയെടുത്ത് ആടുകളോടൊപ്പം ജീവിച്ച് ഒടുവിൽ അവരിൽ ഒരാളായി നജീബ് മാറുന്ന ആ മുഖം വരയിൽ പൂർണ്ണമായും ഉൾച്ചേർന്നിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ സവിശേഷമായ കണ്ണുകൾ പോലും മരപ്പൊടിയിൽ തീർത്ത ചിത്രത്തിൽ സൂക്ഷ്മതയോടെ കോറിയിട്ടിരിക്കുന്നു. 9 അടി നീളത്തിലും 7 അടി വീതിയിലും വരച്ച ചിത്രം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്.
സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ ഈ കഥാപാത്രത്തെ മനസ്സിൽ രൂപപ്പെടുത്തി വീടിൻ്റെ ചുമരിൽ പകർത്തുകയായിരുന്നു നിഖിൽ. വേറിട്ട ഈ ചിത്രരചനാ രീതി കാണാൻ നിരവധി പേരാണ് ചോലപ്പാടത്തെ നിഖിലിൻ്റെ വീട്ടിലെത്തുന്നത്. ആടുജീവിതം എഴുതിയ ബെന്യാമിൻ നിഖിലിൻ്റെ വരയ്ക്ക് ലയിക്കും കൊടുത്തു. റിയൽ അയച്ചു കൊടുത്തതിനെ തുടർന്നാണ് നിഖിലിന് എഴുത്തുകാരൻ്റെ പ്രശംസ കിട്ടിയത്. ഓണനാളിൽ തീർത്ത SPC ലോഗയും കപ്പടം സ്കൂൾ കെട്ടിടത്തിൽ തീവണ്ടിയും മിൽമയുടെ പാലക്കാടൻ ദൃശ്യവും ഉൾപ്പെടെ ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങൾ നിഖിൽ വരച്ചിട്ടുണ്ട്. ചിത്രകലയിൽ തികച്ചും വ്യത്യസ്തനാകുന്നതിനൊപ്പം കലയുടെ ആനന്ദവും ആവേശവും നുകരാൻ കുട്ടികളെയും കൂടി ഈ കലാകാരൻ പ്രാപ്തനാക്കുന്നു. സാംസ്കാരിക വകുപ്പിന് കീഴിൽ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കലാകാരനാണ് നിഖിൽ. വേനൽച്ചൂടിന്റെ കാഠിന്യം ഉയർന്നതോടെയും റംസാനിൽ ആവശ്യക്കാർ വർദ്ധിച്ചതും വിപണിയിൽ പഴവർഗ്ഗങ്ങൾക്ക് വില കുത്തനെ ഉയരുന്നു. ഓറഞ്ച്, കുരുവില്ലാത്ത പച്ച, ചുവപ്പ് മുന്തിരി, നാരങ്ങ, നേന്ത്രപ്പഴം, ചെറുനാരങ്ങ തുടങ്ങിയവയ്ക്കാണ് വില കൂടിയത്. കഴിഞ്ഞ ദിവസം മുതലാണ് പഴവർഗ്ഗങ്ങൾക്ക് 10 രൂപ മുതൽ 30 രൂപ വരെ വർദ്ധിച്ചത്. റംസാൻ തുടക്കത്തിൽ 36 രൂപ ഉണ്ടായിരുന്ന നേന്ത്രപ്പഴത്തിന് ഇപ്പോൾ 46 രൂപയാണ് വില. 100 രൂപ വിലയുണ്ടായിരുന്ന ചെറുനാരങ്ങ 160 രൂപയ്ക്കാണ് വിപണിയിൽ വിൽക്കുന്നത്. റംസാനിൽ ആവശ്യക്കാർ വർദ്ധിച്ചതോടെയാണ് വില കുത്തനെ കൂടാൻ കാരണം. ഓറഞ്ച് കഴിഞ്ഞ ആഴ്ച വരെ 1 കിലോ 50-60 രൂപയ്ക്ക് വിറ്റിരുന്നത് 80 രൂപയാണ് ഇപ്പോഴത്തെ വില. ചില സ്ഥലങ്ങളിൽ 85 രൂപയ്ക്കും വിൽക്കുന്നുണ്ട്. കുരു ഇല്ലാത്ത പച്ചമുന്തിരിക്ക് 10 രൂപയാണ് കൂടിയത്. ഞായറാഴ്ച വരെ 80 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. ചുവപ്പ് മുന്തിരിക്ക് 120 രൂപയാണ് ഉണ്ടായിരുന്നത്. ഇതിന് 20 രൂപ വർദ്ധിച്ച് 140 രൂപയായി. സിട്രസ് ഓറഞ്ചിന് 10 രൂപ വരെ കൂടി. തണ്ണിമത്തനുകൾ ആവശ്യത്തിന് എത്തുന്നതുകൊണ്ട് ഇതിൽ വില വ്യത്യാസം വന്നിട്ടില്ല. റംസാനിൽ ആവശ്യക്കാർ ഏറിയതോടെയാണ് മുന്തിരിക്കും ഓറഞ്ചിനും വില വർദ്ധിച്ചതെന്ന് ഒറ്റപ്പാലത്തെ പഴ മൊത്തവ്യാപാരികൾ പറഞ്ഞു. ഓറഞ്ച് സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് 100 രൂപ ആയിട്ടുണ്ട്. അതിൽ ഗ്രേപ്സ് ഈ പച്ച സീസൺ കഴിഞ്ഞു, അപ്പോൾ അതൊരു 10 രൂപ 1 കിലോത്തിന് കൂടിയുണ്ട് ഇന്ന് മുതൽ. അതായത് ഒരു ബോക്സിന് 100 രൂപ വെച്ചിട്ട് ഒരു ഗ്രാം കൂടിയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ 10 രൂപ കൂട്ടി വെക്കുന്നുണ്ട്. വേറെ സെയിം റേറ്റാണ്, ഒരേ റേറ്റാണ്. മഴയില്ലാത്ത മുന്തിരി എത്തുന്ന മഹാരാഷ്ട്രയിൽ ഉൽപാദനം കുറഞ്ഞതും വില വർദ്ധിക്കുന്നതിന് കാരണമായതായി വ്യാപാരികൾ പറഞ്ഞു. പതിവിൽ നിന്ന് വിപരീതമായി 100-ലേറെ വാഹനങ്ങളാണ് പഴവർഗ്ഗങ്ങളുമായി എത്തുന്നത്. നാഗ്പൂരിൽ നിന്നാണ് ഓറഞ്ച് വരുന്നത്. ആപ്പിളുകൾക്ക് 200 രൂപ മുതൽ മുകളിലേക്കാണ് വില. ഇറാൻ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ആപ്പിളുകൾ എത്തുന്നത്. വേനൽ മഴ ഉണ്ടായില്ലെങ്കിൽ ഇനിയും പഴവർഗ്ഗങ്ങൾക്ക് വില വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. CPIയിലെ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതിക്കെതിരെ അലനല്ലൂരിൽ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ AP അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIയിൽ നിന്നും രാജിവെച്ചവരും പുറത്താക്കപ്പെട്ടവരും ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അലനല്ലൂരിൽ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ AP അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചൈനയിൽ നിന്ന് വരുന്നവരെ, ശ്രീലങ്കയിൽ നിന്ന് വരുന്നവരെ, ബർമയിൽ നിന്ന് വരുന്നവരെ ഒന്നും ഞങ്ങൾ തൽക്കാലം പരിഗണിക്കുന്നില്ല. അതിനല്ല ഈ ബില്ല്. പിന്നെ എന്തിനാ ഈ ബില്ല്? 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ ഒന്ന് പരിശോധിക്കാനാണ്. ആരാ ഈ 3 രാജ്യങ്ങളിൽ? പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ആരൊക്കെയാണ്? ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആരൊക്കെയാണ്? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവർ ആരൊക്കെയാണ്? എന്താ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത? കഷ്ടകാലത്തിന് ഈ 3 രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ആരുടെ കുറ്റമാണ്? പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാക്കിയത് നമ്മളല്ല. അത് ഏതോ കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ അക്കാലത്ത് പാകിസ്ഥാൻ തേടി പോയവരുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം പേര് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് കുറെ പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും ജാതി നോക്കിയാണ് വന്നത്. ഇതാ മുസൽമാന്റെ രാജ്യം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറെ സാധുക്കൾ അങ്ങോട്ട് ഓടിപ്പോയി. പോയവരെയൊക്കെ വഴിയിൽ വെച്ച് പലപ്പോഴും വർഗീയ കലാപങ്ങൾ ഉണ്ടായി. പല ട്രെയിനുകളും ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നൊരു ഖുഷ്വന്ത് സിംഗിന്റെ നോവലുണ്ട്, അത് സിനിമയായിട്ടുണ്ട്. വിജയകുമാർ കോങ്ങശ്ശേരി അധ്യക്ഷനായി. CPM നേതാവും പൊതുപ്രവർത്തകനുമായ K. സുദർശനകുമാർ, പാലോട് മണികണ്ഠൻ, K. കൃഷ്ണകുമാർ, C. ജയൻ, സുബ്രഹ്മണ്യൻ, പത്മനാഭൻ, കരീം അലനല്ലൂർ, രഷ്ജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലത്തും വിവിധ പ്രദേശങ്ങളിലും LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പര്യടനം നടത്തി. നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയത്. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനാണ് ഒറ്റപ്പാലത്തും വിവിധ പ്രദേശങ്ങളിലും പര്യടനം നടത്തിയത്.
കടമ്പൂർ, വാണിവിലാസിനി, ഷാപ്പുപടി, തോട്ടക്കര, 19-ാം മൈൽ, ചിനക്കത്തൂർ, നെല്ലിക്കുർശി എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയത്. കോൺഗ്രസ് BJPയെ തടുക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയിൽ ആരും വിശ്വസിക്കില്ലെന്ന് തോട്ടക്കരയിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് എ. വിജയരാഘവൻ പറഞ്ഞു. ഇടതുപക്ഷത്തിനൊന്ന് തള്ളി മാറ്റി കോൺഗ്രസ് 5 കൊല്ലം ഭരിച്ചല്ലോ, 5ാമത്തെ കൊല്ലാണ്ട് കൊടുത്തതാ, പിന്നെ കണ്ടെടുക്കാനില്ല. അതാണ് കോൺഗ്രസ്. ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഒരാൾ ഈ BJPയെ തടുക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയിൽ ഒരാൾ വിശ്വസിക്കൂല എന്ന് നല്ല ഉറപ്പുള്ള ആളാണ് ഞാൻ. അത് നടക്കില്ല. അപ്പോൾ മാറും ഈ നാട്, ഒരു സംശയം എനിക്കാനില്ല. BJPക്ക് ഭൂരിപക്ഷം കിട്ടില്ല. പക്ഷേ BJPക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രൂപത്തിൽ BJPക്ക് സംഘപരിവാറിന് പ്രതിരോധം തീർക്കുന്ന ഒരു കൂട്ടായ്മയുടെ അടിത്തറയുടെ കരുത്താണ് ഇടതുപക്ഷം. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം കായൽപ്പള്ളയിൽ സമാപിച്ചു. LDF നേതാക്കളായ KS സലീക്ക, S അജയ്കുമാർ, M ഹംസ, P അരവിന്ദാക്ഷൻ, T സുനിൽ, P പ്രകാശൻ, KT രാമചന്ദ്രൻ, ശോഭന എന്നിവർ വിവിധയിടങ്ങളിൽ സംസാരിച്ചു. വേനൽ കഠിനമായതോടെ വെള്ളിയാർ ഉണങ്ങിത്തുടങ്ങി. താൽക്കാലിക തടയണകൾ പുഴയുടെ പല ഭാഗങ്ങളിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പേരിന് പോലുമുള്ള വെള്ളം ഇവിടെയൊന്നും ഇല്ല. അലനല്ലൂർ ഭാഗത്തു നിന്നുള്ള പുഴയുടെയും തടയണയുടെയും ദൃശ്യങ്ങൾ കാണാം. അലക്കാനും കുളിക്കാനുമായി വെള്ളിയാറിൽ മുറിയൻകണ്ണിക്കടവിൽ പാലത്തിന്റെ സമീപത്ത് നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക തടയണയാണിത്. തടയണ നിർമ്മിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പുഴയിലെ വെള്ളം പൂർണ്ണമായും വറ്റി. ശേഷിച്ച തടയണ മാത്രം ഇപ്പോഴും ഇവിടെ കാണാം. ചില സ്ഥലങ്ങളിൽ ചെറിയ കുഴികളിൽ മാത്രം അല്പം വെള്ളം കാണാം. ഇതുകൊണ്ട് അലക്കാനും കുളിക്കാനും കഴിയില്ല. കർഷകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പുഴയുടെ മിക്ക കടവുകളിലെയും സ്ഥിതി സമാനമാണ്. ദിവസങ്ങൾക്കുള്ളിൽ ശക്തമായൊരു വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാവും. വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാണ് പുഴ ഇത്തവണ നേരത്തെ വറ്റിയതെന്നാണ് കർഷകരും സമീപവാസികളും പറയുന്നത്. പുഴ വറ്റിയതോടെ സമീപത്തെ കിണറുകളിലെ വെള്ളവും താഴ്ന്നതായി വീട്ടുകാർ പറയുന്നു. പുലാമന്തൽ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം 7 ദേശക്കാരുടെ തിരുവാതിരക്കളിയോടെ തുടങ്ങി. പൂരത്തിന്റെ ഭാഗമായി 7 ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടക്കും. 7-ാം തീയതി രാവിലെ 8 മണിക്ക് 1000 വനിതകൾ ഒന്നിച്ചിരുന്ന് പങ്കെടുക്കുന്ന ലളിത സഹസ്രനാമ സർവൈശ്വര്യ പൂജ നടക്കും. വൈകിട്ട് 4:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂളിന്റെ 96-ാം വാർഷികം ആഘോഷിച്ചു. കവി മോഹനകൃഷ്ണൻ കാലടി ഉദ്ഘാടനം നിർവഹിച്ചു. പല കാര്യത്തിനും മാതൃകയായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ കണ്ടു. പ്രത്യേകിച്ച് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് സ്കൂളിൻ്റെ വാർഷികങ്ങളിലും കോളേജ് വാർഷികങ്ങളിലും കോളേജ് ഡേക്കുമൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും ബോറായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ HMൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പാളുടെ റിപ്പോർട്ട് വായന. അത് എത്രത്തോളം യാന്ത്രികമാക്കാൻ പറ്റുമോ അത്രത്തോളം യാന്ത്രികമാക്കി, എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വെറുപ്പിച്ചുകൊണ്ടാണ് അത് അവതരിപ്പിക്കാറുള്ളത് സാധാരണ. വൈകിട്ട് 6 മണിക്ക് പ്രീ പ്രൈമറി കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷമാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത്. പ്രാർത്ഥനയ്ക്ക് പകരം മോഹനകൃഷ്ണൻ കാലടി രചിച്ച മഴപ്പൊട്ടൻ എന്ന കവിത ആലപിച്ച കുമാരി അഭിരാമിയെ കവി പ്രത്യേകം അനുമോദിച്ചു. PTA പ്രസിഡന്റ് M പ്രജോഷ് അധ്യക്ഷത വഹിച്ചു. ഫ്ലവേഴ്സ് ചാനൽ അവതാരിക ശ്രീലക്ഷ്മി കല്ലാട്ട് മുഖ്യാതിഥിയായിരുന്നു. LSS വിജയികൾക്കുള്ള അനുമോദനം BRC കോർഡിനേറ്റർ ശിവശങ്കരൻ നിർവഹിച്ചു. പഠന മികവിനുള്ള അംഗീകാരം റിട്ടയർഡ് അധ്യാപകരായ N വാസുദേവൻ, P അരവിന്ദാക്ഷൻ, PV ശശിധരൻ എന്നിവർ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഗോപകുമാർ കല്ലാട്ട്, ക്ലസ്റ്റർ കോർഡിനേറ്റർ എബിൻ ബേബി, HM P ബിജി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ, മുൻകാല അധ്യാപകർ എന്നിവർ സംസാരിച്ചു.
തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്തോത്സവം, രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ദൃശ്യവിസ്മയം എന്നിവയും ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു മലയൻ അടവുന്നു മാറ്റി മന്ത്രം ജപിച്ചു കടത്തിലതാ വീണ്ടും തെളിയുന്നു പാട്ടവരഞ്ചും നിഴലുകളായി സ്വയം മറന്നുപോയി മലയൻ മന്ത്രവേശമെടുത്ത് പള്ളിക്കൂടം തുറന്നെന്നു കേട്ടപ്പോൾ തുള്ളിക്കൊണ്ടെത്തി പുത്തനുടുപ്പും ചെരുപ്പുമില്ലെങ്കിലും പുത്തനായി തോന്നും മഴച്ചെക്കൻ. പള്ളിക്കൂടം തുറന്നെന്നു കേട്ടപ്പോൾ തുള്ളിക്കൊണ്ടെത്തി മഴച്ചെക്കൻ. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘപരിവാർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും രാജ്യത്തിന്റെ മതനിരപേക്ഷ പ്രതീകങ്ങൾ തകരുമ്പോഴും കോൺഗ്രസ് നിസ്സംഗത പാലിക്കുകയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നീക്കങ്ങളെ വിമർശിക്കാൻ UDF MPമാർക്ക് സാധിച്ചില്ലെന്നും മുഖ്യമന്ത്രി. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയാണ് വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ താഴെയിറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ആരംഭിച്ചു. ഒന്നാംഘട്ട പരിശീലനം 3 ദിവസങ്ങളിൽ. തിരഞ്ഞെടുപ്പ് അടുക്കുന്നു. മണ്ണാർക്കാട് CPIയിൽ നിന്നും വിട്ടുപോയവരെ അനുനയിപ്പിക്കാൻ നേതൃത്വം ഇടപെടുന്നില്ല. അലനല്ലൂരിൽ വിമതരുടെ പ്രതിഷേധ സദസ്സ്. ചെർപ്പുളശ്ശേരി കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ രംഗത്ത്. പ്ലാന്റ് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അതീവ ദുർഗന്ധം വമിക്കുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ജനജീവിതം ദുസ്സഹമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.